ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം, ഒരുപക്ഷെ മരിച്ച് സ്വർഗത്തെത്തിയാൽ യേശു നമ്മളോട് ദേഷ്യം കാണിക്കുന്നെങ്കിൽ എന്തിൻ്റെ പേരിലായിരിക്കും ദേഷ്യം കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് നമ്മൾ ക്ഷമിക്കാത്തതിൻ്റെ പേരിലായിരിക്കും. കാര്യം, ഈ ഭൂമിയിൽ യേശു എന്തിനാണ് വന്നേ? ക്ഷമിക്കാനാണ് വന്നേ. അവൻ ക്ഷമിച്ച് നമ്മുടെ എല്ലാവരുടെ പാപത്തിനും വേണ്ടി അവൻ മരിച്ചു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൻ മരിച്ചു. യേശു ഇത്രയധികം വേദന സഹിച്ച് മരിച്ചിട്ട് നമ്മൾ ചെറിയ കാര്യത്തിൽ സഹിക്കാത്ത രീതിയിൽ നമ്മൾ വലിയ മനുഷ്യരായി മാറി. നമ്മളുടെ ഉള്ളിൽ ഈഗോ കൂടി. അങ്ങനെ ഈഗോ കൂടി നമ്മളൊക്കെ വലിയ മനുഷ്യരായപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ കേൾക്കാൻ കഴിയാതെ, അവനോട് ക്ഷമിക്കാൻ കഴിയാതെ, അവൻ നമ്മളെക്കാളും കുറ്റവാളിയെന്നും മോശക്കാരൻ നമ്മൾ വിധി എഴുതി. അത് യേശുവിന് സഹിക്കില്ല. തീർച്ചയായിട്ടും സ്വർഗത്തെത്തിയാൽ നമ്മുടെ യേശു വഴക്കുണ്ടാക്കാൻ പോകുന്ന ഈ പേരിലായിരിക്കും. കൂടെയുള്ള സഹോദരൻ്റെ പേരിലും കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ പേരിലും എന്തിൻ്റെയൊക്കെയോ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മളെന്നെ എത്ര കലകിച്ചേ. ഇത് ഗോസ്പലിൽ 2 മനുഷ്യരുടെ കടം കാണുന്നുണ്ട്. ഒരാൾ 100 ദനാറയാണ്, ഒരാൾക്ക് 10,000 താലന്താണ്. 100 ദനാറ എന്ന് പറഞ്ഞാൽ 100 ദിവസം ഒരാൾ ജോലി ചെയ്ത് കിട്ടുന്ന കാശാണ്. അത് 100 ദിവസത്തെ കാശേ ഉള്ളൂ, ഏകദേശം 3-3.5 മാസത്തെ ജോലി. 10,000 താലന്ത് എന്ന് പറയുന്നത് 60,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ 6 കോടി ദിവസത്തെ സാലറി. ഒരു ലൈഫ് കൊണ്ട് എത്ര ജോലി ചെയ്താലും തീരാത്തധികം കാശ്. ഇങ്ങനെ വലിയൊരു പണത്തിൻ്റെ കടം നമ്മളെല്ലാവരും സൂക്ഷിച്ചിട്ടാണ് നമ്മളുടെ സഹോദരനോട് വെറും 3 മാസത്തെ ജോലിയിൽ തീർക്കാവുന്നൊരു കടം നമ്മൾ തീർക്കാതിരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന പാവം ആർക്കും അറിയില്ല എന്ന് കരുതി നമ്മളാരും പുണ്യവാന്മാരാകുമെന്ന് ചിന്തിച്ച് കളയരുത്. കാര്യം, സ്വർഗത്തിലൊരാൾ കൃത്യമായി എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെറിയ ചെറിയ കണക്കുകളൊക്കെ തീർത്തിട്ട് പോയാൽ മുകളിൽ ചെല്ലുമ്പോൾ വലിയ കണക്കുകളൊക്കെ ക്ഷമിക്കപ്പെടും. നമ്മളുടെ ചെറിയ കണക്കുകൾ വലിയ പുസ്തകത്തിൽ എഴുതിയാൽ മുകളിൽ ചെല്ലുമ്പോൾ ആ ചെറിയ പുസ്തകത്തിലെ വലിയ കണക്കുകളിലെ ചെയ്താലും തീരില്ല. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം, പാപങ്ങളുടെ കണക്ക് വെച്ചാൽ നമ്മൾ തന്നെ തോറ്റുപോകും. അതുകൊണ്ട് കൂടെയുള്ളവരോടൊക്കെ പോട്ടെ എന്നും സാരമില്ലെന്നൊക്കെ പറയാൻ ധൈര്യം കാണിച്ചു പോയാൽ കാര്യങ്ങൾ എളുപ്പമാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.